മാതാപിതാക്കളെയും സഹോദരിയെയും ബന്ധുവിനെയും ഉൾപ്പെടെ 4 പേരെ കൊലപ്പെടുത്തിയ സംഭവമാണ് തിരുവനന്തപുരം നന്തങ്കോട്ടുണ്ടായ കൂട്ടക്കൊല. കൊലപാതകം നടന്ന 8 കൊല്ലത്തിനു ശേഷം നാടിനെ നടുക്കിയ സംഭവത്തിൽ വിധി പറയുകയാണ് കോടതി. 2017 ഏപ്രിൽ 5, 6 2 ദിവസത്തിനിടയിൽ കേതൽ ജിൻസൺ രാജ കൊലപ്പെടുത്തിയത് 4 പേരെ. മാതാപിതാക്കൾ, സഹോദരി, ബന്ധുവായ സ്ത്രീ. 4 അരും കൊലകൾ. അമ്മ ഡോക്ടർ ജീൻ പത്മ, അച്ഛൻ രാജതങ്കം, സഹോദരി കരോളിൻ, ബന്ധു ലളിത ജെയിൻ എന്നിവരെയാണ് കൊലപ്പെടുത്തിയത്. ഓൺലൈനിൽ നിന്ന് വാങ്ങിയ 2 മഴ ഉപയോഗിച്ച് തലയ്ക്ക് വെട്ടിയും അടിച്ചുമായിരുന്നു കൊലപാതകം. 2 ദിവസം കഴിഞ്ഞ് മൃതദേഹങ്ങൾ കത്തിക്കാൻ ശ്രമിച്ചു. ഇതോടെയാണ് കൊലപാതക വിവരം പുറത്തറിഞ്ഞത്. ചെന്നൈയിൽ ഒളിവിലായിരുന്ന കേതൽ ജിൻസൺ രാജ തിരുവനന്തപുരത്ത് കീഴടങ്ങാനെത്തുന്നതിനിടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പോലീസ് പിടികൂടി. പോലീസ് പിടിയിലായ കേതൽ പോലീസിനോട് പറഞ്ഞതൊരു വിചിത്ര കഥ. ആസ്ട്രൽ പ്രൊജക്ഷൻ, സ്വർഗപ്രവേശന ആഭിചാര വിദ്യ. ആസ്ട്രൽ പ്രൊജക്ഷൻ അന്വേഷണം വഴിതിരിച്ചുവിടാനുള്ള പൊടിവിദ്യയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. രക്തബന്ധുക്കളുടെ ചോരയൊഴുക്കി നടത്തിയ അരും കൊലയുടെ യഥാർത്ഥ കാരണം പകയായിരുന്നു. ബാല്യകാലം മുതൽ രക്ഷിതാക്കളിൽ നിന്ന് നേരിട്ട അവഗണന പ്രതികാരമായി. ജയിലിൽ മനോവിഭ്രാന്തി കാട്ടിയ കേതലിനെ പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി ചികിത്സ നൽകി. കേതലിന് മാനസിക പ്രശ്നങ്ങളില്ലെന്നും പിന്നീട് സ്ഥിരീകരിച്ചു. വിചാരണയിൽ കുറ്റം ചെയ്തിട്ടില്ലെന്ന നിലപാടാണ് കേതൽ സ്വീകരിച്ചത്. പോലീസ് ശേഖരിച്ച ശാസ്ത്രീയ തെളിവുകൾ പ്രോസിക്യൂഷൻ കോടതിയിൽ നിരത്തി. 41 സാക്ഷികളെ വിസ്തരിച്ചു. ഫോറൻസിക് തെളിവുകളാണ് പ്രോസിക്യൂഷന്റെ തുറുപ്പ്. പ്രതിയുടെ വസ്ത്രങ്ങളിൽ നിന്ന് കൊല്ലപ്പെട്ടവരുടെ രക്തസാമ്പിളുകൾ കണ്ടെത്തിയത് ഫോറൻസിക് റിപ്പോർട്ടിലുണ്ട്. SP KE ബൈജു ആയിരുന്നു കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ. ദിലീപ് സത്യനാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ. കേരളത്തെ ആകെ ഞെട്ടിച്ച കൂട്ടക്കൊലപാതകം. വിചാരണഘട്ടത്തിൽ പ്രോസിക്യൂഷൻ ഉയർത്തിയത് ശക്തമായ തെളിവുകൾ. വിധി എന്താകുമെന്നതാണ് ആകാംക്ഷ. ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം.